ഡേ ബ്രേക്ക് വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സാംസ് 96 വേഴ്സ് 1 and 2. Sing to the Lord a new song. Sing to the Lord all the earth. Sing to the Lord and praise his name. Let us sing to the Lord and praise his name. സങ്കീർത്തനകാരൻ ഇങ്ങനെ പറയുന്നു, നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. ചില സമയങ്ങളിൽ നമുക്ക് നല്ല പാട്ടുകൾ നമുക്ക് കേൾക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഈ ഭൂമിയിൽ നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്ന സർവശക്തനായ കർത്താവ്, നമ്മുടെ നാളുകളെ അറിയുന്ന, നമ്മുടെ ഭാരമെല്ലാം അറിയുന്ന ആ കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. നമ്മുടെ ഹൃദയം ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവിനോടുള്ള നന്ദിയാൽ നിറയപ്പെടട്ടെ. ഒന്നിനും കുറവില്ലാതെ ഓരോ ദിവസവും നമ്മെ വഴി നടത്തുന്ന ആ കർത്താവായ യേശുവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ആരും സഹായിപ്പാനില്ലാതെ വന്ന വേളകളിൽ വേണ്ടെന്ന് കാതിൽ പറഞ്ഞ ആ കർത്താവ്, നമുക്ക് ആവശ്യമായുള്ള സകലതും നിറച്ചു നൽകി തന്നവനായ കർത്താവ്, ആ കർത്താവായ യേശുവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആയിരിക്കുന്നിടങ്ങളിൽ ആ സാന്നിധ്യബോധത്തോടെ കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. നന്ദിയാൽ നിറയുന്നു എൻ അന്തരംഗം, മനമേ യേശു നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എൻ അന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എൻ അന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന ആരാധന ആരാധന
ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ നമ്മെ വിട്ട് കടന്നുപോയി. എന്നാൽ തൻ്റെ സാന്നിധ്യത്താൽ നമ്മെ ആശ്വസിപ്പിച്ച ദൈവം, തൻ്റെ നീതിയുള്ള വചനത്താൽ നമ്മെ താങ്ങിയവനായ കർത്താവ്, അവൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു ധൈര്യമുണ്ട്, ഒരു ഉറപ്പുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കാണിത്: ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല. അനാഥരായി നമ്മെ കൈവിടാതെ, ആരും ആശ്രയമില്ലാതെ നമ്മെ കൈവിടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ നന്ദിയോടെ നമുക്ക് ഉയർത്താം. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ആരാധന ആരാധന
കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. നമ്മുടെ ഭാരം ചുമക്കുന്ന നല്ലവനായ കർത്താവ്, നമ്മെ നന്നായി അറിയുന്ന കർത്താവ്, സുഖമുള്ള കാലത്തും കണ്ണുനീരിന്റെ നേരത്തും യേശു മാത്രം മതിയെന്ന് ഹൃദയത്തിന്റെ അകത്തു നിന്ന് കർത്താവിനോട് പറയുവാൻ കഴിയുമോ? ആ നല്ല സ്നേഹിതനായ, നമ്മുടെ പ്രാണപ്രിയനായ ആ കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, ഹബക്കൂക്ക് പറയുന്നത് പോലെ, എന്റെ ജീവിതത്തിലെ സാഹചര്യം ഏത് തന്നെയായിരുന്നാലും ഗോശാലകളിൽ പശുക്കൾ കാണുകയില്ല, എങ്കിലും എൻ്റെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരുപാട് പരിഭവങ്ങൾ, പ്രയാസങ്ങൾ, പരാതികൾ കാണാം. കർത്താവിനോട് നിങ്ങൾ അത് ഓരോ ദിവസം അറിയിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കാണാതിരിക്കുന്നതായിരിക്കും. എങ്കിലും ആ കർത്താവിൽ സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ, ആ കർത്താവിൽ ആനന്ദിക്കുവാൻ നിങ്ങൾ കഴിയുന്നുവെങ്കിൽ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. എൻ്റെ ഭാരം ചുമക്കുന്നവൻ, എന്റെ ഭാരം ചുമക്കുന്നവൻ, യേശു എന്നെ നന്നായി അറിയുന്നവൻ, യേശു എന്റെ ഭാരം ചുമക്കുന്നവൻ, നന്നായി അറിയുന്നവൻ, യേശു സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ, എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് പറയുവാൻ കഴിയുമോ? എൻ്റെ ദേഹം ക്ഷയിക്കട്ടെ, യേശു എന്നെ കൈവിടുകയില്ല. ഞാൻ ഏകനായി മാറിയാലും അവൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ശ്രവിക്കുവാനായി ആരും കാണുകയില്ല. നിങ്ങളുടെ മാതാപിതാക്കളോ, നിങ്ങൾ കർത്താവ് കൂട്ടായി തന്ന സഹോദരനോ സഹോദരിയോ ആരും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയില്ല. നിങ്ങൾക്കൊരു സുഹൃത്ത് നിങ്ങളെ വാക്കുകളെ കേൾക്കുവാൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ കേൾക്കുവാനായി ആരും കാണുകയില്ല. എന്നാൽ നിങ്ങളുടെ അടുത്ത് കടന്നു വന്ന് നിങ്ങളുടെ ഹൃദയത്തിലെ ഓരോ സ്പന്ദനങ്ങളും അറിയുന്ന, ഓരോ വേദനകളും അറിയുന്ന ആ കർത്താവ് നമ്മോട് കൂടെയുണ്ട്.
സുഖമുള്ള കാലത്തും കണ്ണുനീരിന്റെ നേരത്തും കർത്താവെ അങ്ങ് മാത്രം മതി എന്ന് പറയുമോ? ആമേൻ. ഹല്ലേലൂയ. ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. ആമേൻ. ഏകനായി തീർന്നാലും അവൻ ഒരിക്കലും മാറുകയില്ല. യേശുവിന്റെ വാക്കുകൾ മാറുകയില്ല. അവന്റെ വാക്കുകളെല്ലാം ഉവ്വ ഉവ്വ എന്ന് തന്നെയാണ്, ആമേൻ ആമേൻ എന്ന് തന്നെയാണ്. വിശ്വാസത്തോടെ പൂർണ്ണ ഉറപ്പോടെ ആ കർത്താവിന്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് പാടാം. എന്റെ ദേഹം ക്ഷയിക്കട്ടെ, യേശു എന്നെ കൈവിടുകയില്ല. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഉറപ്പോടെ പാടാം. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. അപ്പാ അങ്ങ് മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. ചെറുപാടാം. യേശു യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. പറയാൻ പറ്റുമോ? സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശുവേ അങ്ങ് മാത്രം മതി, അങ്ങ് മാത്രം മതി, അങ്ങ് മാത്രം മതി. എന്തുകൊണ്ടാണ് യേശു നമ്മെ ഇത്രത്തോളം സ്നേഹിച്ചത്? കാരണം നാം അവൻ്റെ സൃഷ്ടിയാണ്. അവൻ്റെ സാദൃശ്യത്തിൽ, അവൻ്റെ സ്വരൂപത്തിൽ അവൻ നമ്മെ മെനഞ്ഞു. എന്നാൽ പാപത്താൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ആ വലിയ വീഴ്ചയെ മാറ്റുവാൻ ആ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ അവൻ നമ്മെ രക്ഷിച്ചു. നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ആ കർത്താവായ യേശുവിൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ച ആ സ്നേഹത്തെ നമുക്ക് ഓർത്ത് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആ രക്ഷയുടെ സന്തോഷം ഹൃദയത്തിൻ്റെ അകത്ത് നിറഞ്ഞുകൊണ്ട് ഒരുമിച്ച് എന്ന് പാടി എൻ സങ്കടങ്ങൾ സകലതും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്ന ഗാനം ഒരുമിച്ച് എന്ന് പാടി യേശുവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. We praise you, Master. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിൻ്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിൻ്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ.
പുറപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോനു ഞാൻ ഇനി അടിമയല്ല. ഫറവോനു ഞാൻ ഇനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറായെ മധുരമാക്കി തീർക്കുമവൻ. മാറായെ മധുരമാക്കി തീർക്കുമവൻ. പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ. പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവിലൻ ദൈവമെനിക്കധിപതിയേ. മരുവിലൻ ദൈവമെനിക്കധിപതിയേ. തരുമവൻ പുതുമന്നാതു മതിയേ. തരുമവൻ പുതുമന്നാതു മതിയേ. ഈ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ. മനോഹരമായ കനാൻ ദേശമേ. അതേ എനിക്കഴിയാത്തൊരവകാശമേ. അതേ എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ. കനാൻ ജീവിതം എനിക്കാനന്ദമേ. കനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ്റെ ബലവും എൻ്റെ സംഗീതവും. എൻ്റെ ബലവും എൻ്റെ സംഗീതവും. എൻ്റെ ക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ്റെ ക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ്റെ ബലവും എൻ്റെ സംഗീതവും. എൻ്റെ ബലവും എൻ്റെ സംഗീതവും. എൻ്റെ ക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ്റെ ക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ സങ്കടം കടന്നുപോയി. എൻ്റെ ബലവും എൻ്റെ സംഗീതവും. എൻ്റെ ബലവും എൻ്റെ സംഗീതവും. എൻ്റെ ക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ്റെ ക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ്റെ ബലവും എൻ്റെ സംഗീതവും. എൻ്റെ ബലവും എൻ്റെ സംഗീതവും. എൻ്റെ ക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ്റെ ക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. യേശു മാറാത്തവൻ. യേശു മാറാത്തവൻ. യേശു മാറാത്തവൻ. എത്ര നല്ലവൻ. ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ. യേശു മാറാത്തവൻ. യേശു മാറാത്തവൻ. എത്ര ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ. യേശു മാറാത്തവൻ. യേശു മാറാത്തവൻ. എത്ര നല്ലവേ. ഇന്നും എന്നും കൂടെയുള്ളവേ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരുത്തു അവകാശം ഞാനും പ്രാപിപ്പാം. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരുത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. ആമേൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും സന്നിധിയിൽ നിർത്തിയിടുമേ. ഓ ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവേ. യേശു മാറാത്തവേ. യേശു മാറാത്തവേ. എത്ര നല്ലവേ. ഇന്നും എന്നും കൂടെയുള്ളവേ. യേശു മാറാത്തവേ. ഓ യേശു മാറാത്തവേ. ഓ നന്ദിയോടെ യേശുവേ ഞങ്ങളുടെ നാമത്തെ വാഴ്ത്തുന്നപ്പ. മാറാത്തവനായ കർത്താവിൽ
വിശ്വാസമുള്ളവരായിരിക്കുക. ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുക, അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. നന്ദിയോടെ യേശുവേ സ്തുതിക്കുന്നപ്പാ. അവന്റെ കരുണ എത്രയോ വിശേഷമാണ്, അവന്റെ സ്നേഹം എത്രയോ ആശ്ചര്യമാണ്. അതറിയുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് അവന്റെ നാമത്തെ ഉയർത്താൻ നന്ദി യേശുവേ. ഓ ഷഹദൽ കമനമയിടവാരകടക ദുരിയർത്തരാദരകടക സിയാദേ. നന്ദി യേശുവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, ഞങ്ങളുടെ നാമത്തെ വാഴ്ത്തുന്നപ്പാ. ഓ രഗദ കമനകടക ദുരിയർത്തമാന വൈശവാനകടക സി. നന്ദി യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. ഉറപ്പോടെ പ്രത്യാശയോടെ ആ കർത്താവിന്റെ വലത് കരത്തിൽ വിശ്വാസത്തോടെ പിടിച്ചുകൊണ്ടൊന്ന് ചേർന്ന് പാടിക്ക്. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. മാറാത്തവനായ കർത്താവിങ്കൽ വിശ്വാസമുള്ളവരായിരിക്കുക. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എങ്കിലും തൻ്റെ ഭക്തന്മാരോടുള്ള അവൻ്റെ ദയയ്ക്കും കരുണയ്ക്കും വിശ്വസ്തതയ്ക്കും ഒരു നാളും മാറ്റമുണ്ടാകുകയില്ല. പ്രിയ ദൈവവൈതലേ, അവങ്കൽ ആഴമായുള്ള വിശ്വാസത്തോടെ മാറാത്തവനായ കർത്താവ്. നമ്മളോട് പല വാക്കുകൾ പറഞ്ഞിട്ടുള്ളവർ മാറിപ്പോയിട്ടുണ്ട്. നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞവർ, അവർ വാക്കുമാറ്റിയില്ലേ? ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ നിങ്ങളുടെ സുഹൃത്തുക്കൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയില്ലേ? എന്നാൽ ഈ യേശു നമ്മുടെ കർത്താവ്, അവന്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് അവൻ ഒരിക്കലും നമ്മെ വിട്ടു മാറുകയില്ല. യേശു സ്നേഹത്തോടെ നമ്മുടെ അരികിലുണ്ട്. അവന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ ശ്രമിച്ച, അങ്ങേ ആരാധിച്ച എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി അടിങ്ങൾ ഈ സമയം അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ജീവിതത്തിൽ മാറാത്ത കർത്താവിനോടുള്ള ആഴമേറിയ വിശ്വാസം അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, ഒരു ധൈര്യവും ഉറപ്പും അവരുടെ ജീവിതത്തിൽ ഈ സമയം അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളാണോ അവരുടെ മുമ്പാകെ അവർ അഭിമുഖീകരിക്കുന്നത്, അതിൻ്റെ മേൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരു ജയത്തെ ഡിക്ലെയർ ചെയ്യുന്നു കർത്താവേ. ഒരു വിടുതൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നപ്പാ. ധൈര്യത്തോടെ ഉറപ്പോടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കുവാനായി ആത്മശക്തിയെ അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മനോഹരമായ കനാൻ ദേശത്തിലേക്ക് അങ്ങ് ഞങ്ങളെ വിശുദ്ധിയോടെ ചേർക്കുന്നതിനാൽ സ്തോത്രം. അങ്ങ് വീഴാതെ വണ്ണം ആ മഹിമാസനത്തിങ്കൽ ഉറപ്പുള്ളവരായി നിശ്ചയമുള്ളവരായി നിർത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കൃപ കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകലത്തിനും യേശുവേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണം. അങ്ങ് നൽകിയ വിടുതലുകൾക്കായി, അങ്ങ് നൽകിയ സമാധാനത്തിനായി, സന്തോഷത്തിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന നല്ല സാവകാശത്തിനായി കർത്താവിനെ ഞാൻ മഹത്വം കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തെ എപ്പോഴും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണല്ലോ. ഇന്നും അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ നമ്മെ സമർപ്പിക്കുക. ഇന്നും നാളെയുമായിട്ട് നാം ഒരു വിഷയത്തിൽ നിന്ന് തുടർമാനമായി ചില ചിന്തകൾ
പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 6-ാമത്തെ വാക്യം വളരെ പരിചയമായ ഭാഗമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വായിക്കട്ടെ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ഈ വചനഭാഗത്തിൽ പ്രധാനമായി ആലേഖനം ചെയ്തിരിക്കുന്ന 3 വാചകങ്ങൾ അഥവാ 3 പദപ്രയോഗങ്ങൾ നിങ്ങളുമായി ചിന്തിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം തക്ക സമയം, 2 ദൈവത്തിൻ്റെ കരം, 3 താണിരിക്കുക. ഈ 3 വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ കരം എന്നുള്ളതിനെ കുറിച്ചാണ് പ്രാരംഭത്തിൽ നാം ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. ഒരു ചെറിയ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ നയാഗ്ര എന്ന് പറയുന്ന വെള്ളച്ചാട്ടം, അതിൻ്റെ അടുക്കൽ ഒരു സർക്കസുകാരൻ വന്നു. സർക്കസുകാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാധാരണഗതിയിൽ തൻ്റെ പ്രത്യേകമായ പരിശീലനം കൊണ്ട് നേടിയെടുത്ത ചില ആളുകളെ അമ്പരപ്പിക്കുന്ന, ആകാംക്ഷയുടെ മുൻമുനയിലെത്തിക്കുന്ന ചില പ്രത്യേക തരം പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾ. അപ്പൊ അങ്ങനെ ഒരു സർക്കസുകാരൻ ഇവിടെ നയാഗ്ര വാട്ടർഫാൾസിന്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം അവിടെ വന്നപ്പോൾ അദ്ദേഹം അന്ന് പ്രസന്റ് ചെയ്തൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത്, ആ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു ചെറിയ റോപ്പ് വലിച്ചു കെട്ടി. എന്നിട്ട് അദ്ദേഹം അതിലൂടെ നടക്കാൻ ആരംഭിച്ചു. ഇങ്ങനെയുള്ള പ്രത്യേകമായ കാര്യങ്ങൾ കാണുമ്പോൾ ജനക്കൂട്ടത്തിന് അത് കാണുവാനും ആകാംക്ഷയോടെ അത് നോക്കി നിൽക്കുവാനും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ട ആളുകൾ ഒത്തിരി വന്നുകൂടി എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഇവിടെ കാണാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയോടെ അവരത് നോക്കിക്കൊണ്ട് നിന്നു. ആ മനുഷ്യൻ ആ വാട്ടർഫാൾസിന്റെ ഒരു സൈഡിൽ നിന്ന് ആ ചെറിയ റോപ്പിലൂടെ പതുക്കെ പതുക്കെ കാലുകൾ മുന്നോട്ട് വെക്കാൻ തുടങ്ങി. ഓരോ കാലടികൾ വയ്ക്കുമ്പോഴും ശ്വാസമടക്കി പിടിച്ചാണ് ജനസമൂഹം അതിനെ നോക്കിക്കാണുന്നത്. കാരണം ഒരടി തെറ്റിക്കഴിഞ്ഞാൽ വളരെ ആഴമുള്ള ആ ജലാശയത്തിലേക്ക് അഥവാ വെള്ളച്ചാട്ടത്തിലേക്ക് ആ മനുഷ്യൻ പതിക്കും. അങ്ങനെ സംഭവിച്ചാൽ ജീവനോ ജീവിതമോ ബാക്കിയില്ലാതെ എല്ലാം അവശേഷിക്കും. എന്നാൽ ഈ വലിയ റിസ്ക് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാകുകയാണ്. തൻ്റെ ഓരോ കാലടികളും മുന്നിലേക്ക് പോകുമ്പോൾ ജനം വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ കരഘോഷങ്ങൾ മുഴക്കി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മന്ദം അദ്ദേഹം തൻ്റെ മുൻപിലെ ആ ലക്ഷ്യം പതുക്കെ പതുക്കെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വശത്തു നിന്നും മറ്റു വശത്തിലേക്ക് അദ്ദേഹം എത്തി ആദ്യത്തെ റൗണ്ട് പൂർത്തിയാക്കി. വീണ്ടും അദ്ദേഹം മറുഭാഗത്തു നിന്ന് താൻ തുടങ്ങിയിടത്തേക്ക് വീണ്ടും വരികയാണ്. അത് വരുമ്പോഴും ജനം വളരെ ആവേശത്തോടെ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ വളരെ ശബ്ദമുയർത്തി ആവേശത്തോടെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഒടുവിൽ അദ്ദേഹം തിരിച്ച് ഇക്കരയിലെത്തി. എന്നാൽ അതുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചില്ല. അദ്ദേഹം പറയുകയാണ്, വീണ്ടും ഞാൻ ഒന്നുകൂടെ ഈ പ്രവൃത്തി ചെയ്യാൻ പോകുക. പക്ഷെ ഇപ്പോൾ ഞാൻ പോകുന്നത് ഒറ്റയ്ക്കായിരിക്കത്തില്ല. എൻ്റെ കയ്യിൽ ഞാൻ നിങ്ങളിൽ ഒരാളെ എടുത്തുകൊണ്ട് ഈ കയറിന് മുകളിലൂടെ, ഈ റോപ്പിന് മുകളിലൂടെ നടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ധൈര്യമുള്ള ഒരാൾക്ക് മുൻപിലേക്ക് വരാം. ആദ്യം കണ്ടു നിന്നവർക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. പക്ഷേ ഈ ഒരു ഓപ്പൺ വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആഹ്വാനം കൊടുത്തപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ വളരെ സ്തബ്ധരായി. കാരണം എളുപ്പമുള്ള ടാസ്ക് അല്ല. ഒന്ന് തെറ്റിയാൽ ജീവിതം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആരും അതിലേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെട്ടില്ല. എന്നാൽ ചില കുഞ്ഞുങ്ങളൊക്കെ ആവേശത്തോടെ വന്നപ്പോൾ മാതാപിതാക്കൾ അവരെ പിന്തിരിപ്പിച്ചു. കാരണം അവർക്കറിയാം, കുഞ്ഞുങ്ങൾക്കറിയില്ലെങ്കിലും മാതാപിതാക്കൾക്കറിയാം ഇതൊരു വലിയ അപകടം നിറഞ്ഞ കാര്യമാണ്. ആരും മുന്നിലേക്ക് വന്നില്ല. അദ്ദേഹം എല്ലാവരും പറഞ്ഞു വേഗം വാ. പക്ഷെ ആരും പോകാൻ തയ്യാറായില്ല. എന്നാൽ ഒരു മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരു പെൺകുട്ടി ആൾക്കാരുടെ ഇടയിൽ നിന്ന്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് മുൻപിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആളുകൾക്ക് അത് കണ്ടപ്പോൾ വളരെ ആശ്ചര്യം തോന്നി. ഇത്രയും ആളുകൾ കൂടി നിൽക്കുമ്പോൾ ആരും തയ്യാറാകാത്ത ഈ വലിയ ടാസ്ക് അവൾ ഏറ്റെടുക്കുകയാണ്. എന്തായാലും അവൾ ഓടി വന്നു. ആ മനുഷ്യൻ ആ പെൺകുട്ടിയുടെ അടുക്കലേക്ക് വന്നു. ആ പെൺകുട്ടിയുമായി അല്ലെങ്കിൽ കൊച്ചുമോളുമായി തന്നെ കരങ്ങൾ വഹിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുവാനായി താല്പര്യപ്പെടുകയാണ്. പതുക്കെ താൻ ആ റോപ്പിന്റെ മുകളിലേക്ക് കയറി തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു.
ഓരോ ചുവടുകൾ മുൻപിലേക്ക് വയ്ക്കുകയാ. നേരത്തെ ആഘോഷം, ആവേശം എല്ലാം മാറി ഇപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം ആ മനുഷ്യനേക്കാൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ആ പെൺകുട്ടിയാ. അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഒന്നും സംഭവിക്കരുതെന്ന്. ചിലർ വളരെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുക. ചിലർക്ക് ഈ കാഴ്ച കാണാൻ കഴിയാതെ കണ്ണുകൾ അടച്ചു. പക്ഷേ ആ മനുഷ്യൻ പതുക്കെ നടന്ന് ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് എത്തി. കഴിഞ്ഞില്ല. വീണ്ടും തുടങ്ങിയിടത്തേക്ക് മടങ്ങി വരുവാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. ഓരോ കാൽച്ചുവടുകളും വളരെ സൂക്ഷ്മതയോടെ വച്ച് താൻ തുടങ്ങിയിടത്തേക്ക് തൻ്റെ യാത്ര എത്തിച്ചേർന്നു. ജനം ആവേശത്തോടെ കൈയടിച്ചു, കരഘോഷങ്ങൾ മുഴക്കി. ചില ആളുകൾ ഓടി വന്ന് ആ കൊച്ചു പെൺകുട്ടിയെ വാരിപ്പുണർന്ന് സമ്മാനങ്ങളും പണമൊക്കെ നൽകി അവളെ ആശ്ലേഷിച്ചു. എന്നാൽ ജനം ഒന്നോടെ ഒരേ ശബ്ദത്തിൽ ആ പെൺകുട്ടിയോടൊരു ചോദ്യം ചോദിച്ചു. മോളെ, ഇത്രയും പേര് നോക്കി നിൽക്കുമ്പോ ആർക്കും ഏറ്റെടുക്കുവാൻ കഴിയാത്ത ഈ ചലഞ്ച് നീ എന്ത് ധൈര്യത്തിലാ ഏറ്റെടുത്ത്? നിനക്ക് ഭയമില്ലായിരുന്നു? നിനക്ക് നിന്റെ ജീവനെ കുറിച്ചൊരു പ്രതീക്ഷയില്ലായിരുന്നു? എന്തുകൊണ്ടാ നീ അത് ചെയ്തത്? എനിക്കറിയാം, നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഒരു ആകാംക്ഷ ഉണ്ടാകാം. എന്തുകൊണ്ടാ ആ പെൺകുട്ടി ആ ഒരു ദൗത്യം അല്ലെങ്കിൽ ആ ചലഞ്ച് ഏറ്റെടുത്തത്? ഈ ചോദ്യത്തിന് ഉത്തരം കേൾക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചില നിമിഷങ്ങൾ കൂടെ ഈ ശബ്ദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇന്ന് ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ദൈവത്തിൻ്റെ കരം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്? അവൻ്റെ ബലമുള്ള കരം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കരം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ല പങ്ക് വഹിക്കുന്ന, മറ്റെല്ലാ അവയവങ്ങൾക്കും പ്രാധാന്യമുണ്ടെങ്കിലും ഒരുപടി മുന്നിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളിൽ നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവയവമാണ് കരം എന്നുള്ളത്. പക്ഷേ ഈ കരം ഒന്ന് ബലഹീനമായി പോയാൽ എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ പല പ്രവൃത്തികളും താളം തെറ്റും. നമ്മുടെ പല കാര്യങ്ങളും നടക്കാതെ വരും. നമുക്ക് മറ്റുള്ള പലരെയും ആശ്രയിക്കേണ്ടി വരും. ചില സമയത്തൊക്കെ നമ്മൾ ബലഹീനമായി പോകുമ്പോൾ മറ്റുള്ളവരുടെ ആശ്രയം നമുക്ക് ആവശ്യമായി വരാറുണ്ട്. എന്നാൽ ഇന്ന് നാം വായിച്ച ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ബലമുള്ള കരമാണ്. ഒരു കാര്യം കൂടെ ഞാനൊന്ന് ചേർത്ത് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ബലഹീനമായി പോകാത്ത ഒരു കരമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷ വെക്കുവാൻ കഴിയുന്ന, ആശ്രയം വെക്കുവാൻ കഴിയുന്ന ഒന്ന് ദൈവത്തിൻ്റെ കരം തന്നെയാണ്. വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലായിട്ട്, പല അനുഭവങ്ങളിൽ, പല പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവചനം 49 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു. അവിടെ ഒരു അമ്മയുമായിട്ട് തൻ്റെ കുഞ്ഞിനെ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിന് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്, ഒരു കുഞ്ഞിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കൺസേൺ ഉണ്ടാകുന്നത് അമ്മയ്ക്കാണ്. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് നമ്മളുടെ ചുറ്റും നാം കാണുന്ന കാഴ്ചയാണ്, പല സമയത്തും നൊന്ത് പ്രസവിച്ച അമ്മ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു. ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നൊന്ത് പ്രസവിച്ച അമ്മ കുഞ്ഞിനെ വഴിയിൽ, ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഉപേക്ഷിച്ചു പോകുന്നു. പക്ഷേ അവിടെയും അതിനപ്പുറത്തേക്ക് ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുന്ന ഒരു ബന്ധവും സ്നേഹവും കരുതലുമുള്ളത് ദൈവത്തിൽ നിന്നാണെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യം ഇതാണ്: അമ്മയേക്കാൾ ഉപരി നിന്നെ കരത്തിൽ വരച്ചിരിക്കുന്ന ദൈവം. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ഉള്ളം കരങ്ങളൊന്ന് നോക്കിക്കുകയും, നമ്മുടെ ഉള്ളം കരങ്ങൾ നോക്കുമ്പോൾ കരത്തിനുള്ളിൽ ചില മാർക്കുകൾ, ചില വരകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മൾ ജനിക്കുമ്പോൾ മുതലുള്ള വരകളാണ്. അതൊക്കെ കൈ വലുതാകുന്നതിനനുസരിച്ച് അതിൻ്റെ വലുപ്പവും കൂടി വരികയാണ്. എന്നാൽ ഒരു ചോദ്യം നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ: ഈ വരകളെ റിമൂവ് ചെയ്യുവാൻ, എടുത്തു മാറ്റുവാൻ, ആർക്കെങ്കിലും അപഹരിക്കുവാൻ സാധ്യമാണോ? നമുക്കറിയാം അത് സാധ്യമല്ല. ഇംഗ്ലീഷിൽ എൻഗ്രേവ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊത്തി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ മക്കളെ അവൻ്റെ കരത്തിൽ കൊത്തിയിരിക്കുന്നു. എന്തുപോലെ ഈ കരത്തിലുള്ള
വരകൾ, മാർക്കുകൾ പോലെ. ഒന്ന് ശ്രദ്ധിച്ച്, എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കരത്തിലാണ്. ഞാനും നിങ്ങളുമായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ ആർക്കും അപഹരിക്കുവാൻ അനുവാദമില്ലാത്ത, ആർക്കും അപഹരിച്ച് കളയുവാൻ കഴിയാത്ത, ആരെക്കൊണ്ടും അതിനടുത്തേക്ക് കടന്നു വരാൻ കഴിയാത്ത തരത്തിൽ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കി വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നതെന്ന്. നമ്മളൊരു പാട്ട് പാടാറില്ലേ, നമ്മളായിരിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിലാണെന്നുള്ളത്, നമ്മളെ നടത്തുന്നത് ദൈവത്തിൻ്റെ കരമാണെന്നൊക്കെ നമ്മൾ പാട്ട് പാടാറില്ലേ? എന്താ അതിൻ്റെ കാരണം? മറ്റൊന്നുമല്ല, ഇവിടെ നോക്കി പ്രവാചകൻ പറയുന്നത് പോലെ നമ്മൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഇനി മറ്റൊരു ഭാഗത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ തന്നെ 41 അധ്യായം അതിൻ്റെ 10 വാക്കിൽ പറഞ്ഞിരിക്കുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ജീവിതത്തിൽ പല സമയത്തും നാം ബലഹീനരായി പോകാറുണ്ട്. ഈ കരത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ലഭ്യമായി തീരുന്ന സഹായങ്ങളെ നാം പലപ്പോഴും കരങ്ങളുമായി സാമ്യപ്പെടുത്താറുണ്ട്, താരതമ്യപ്പെടുത്താറുണ്ട്. എന്നെ സഹായിക്കാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട ആളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എൻ്റെ ഹെൽപ്പിംഗ് ഹാൻഡാണ്, അല്ലെങ്കിൽ സഹായഹസ്തമാണ് ആ വ്യക്തി എന്ന്. എന്നാൽ പല സമയത്തും മാനുഷികമായ പല സാഹചര്യങ്ങളും സഹായഹസ്തങ്ങളും നമ്മെ വിട്ട് അന്യപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ഇവിടെ ഇസ്രായേലിന് ദൈവം കൊടുക്കുന്ന പ്രോമിസ് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ താങ്ങും. എത്ര വലിയ, എത്ര ദൃഢതയുള്ള, എത്ര ശക്തമായ ഒരു ശബ്ദമാണത്, ഞാൻ നിന്നെ താങ്ങുമെന്ന്. നോക്കിക്കേ, പത്രോസ് തൻ്റെ കൂട്ടുശിഷ്യന്മാരോടൊപ്പം ആ ബോട്ടിൽ യാത്ര ചെയ്തു പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കാറ്റും കോളിലും അകപ്പെട്ട് ഭാരപ്പെടുമ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞാൻ കർത്താവാണെങ്കിൽ എനിക്ക് അങ്ങയുടെ അടുക്കിലേക്ക് വരാൻ എനിക്ക് പെർമിഷൻ തരണം. എന്നാൽ മുന്നിലേക്ക് നടന്നു പോകുന്ന പത്രോസ് താണു പോകുമ്പോൾ വിട്ടുകൊടുക്കാതെ, ആഴിക്ക് വിട്ടുകൊടുക്കാതെ അവനെ പിടിച്ചു കയറ്റുന്നത് ആ ദൈവത്തിൻ്റെ കരമാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ സമസ്ത മേഖലകളിൽ നമ്മെ പരിപാലിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് കൂടെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരമാണ്. 1-2 പ്രത്യേകതകളോട് ഞാനൊന്ന് ആഡ് ചെയ്യാം. മനുഷ്യൻ നമ്മെ സഹായിക്കാറുണ്ട്. മനുഷ്യന്റെ സഹായങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കരങ്ങളായിട്ട് ചിത്രീകരിക്കാറുള്ളൂ. എന്നാൽ മനുഷ്യന്റെ കരങ്ങൾ പല സമയത്തും ബലഹീനമായി പോകാറുണ്ട്. മാനുഷികമായ ചില കരങ്ങൾ കളങ്കം ഉള്ളതായിരിക്കാറുണ്ട്. പലരും നമ്മെ സഹായിക്കുന്നത് നമ്മൾ ചിന്തിക്കും നമ്മളുള്ള അകമഴിഞ്ഞ ആത്മാർത്ഥമായ സ്നേഹമാണ്. അല്ല, ചിലരെങ്കിലും നമ്മളെ സഹായിക്കുന്നതും നമ്മുടെ കൂടെ നമ്മുടെ ആ ബുദ്ധിമുട്ടുകൾ കൈകോർക്കുന്നതും ഒക്കെ നമ്മളെ അവർക്ക് വേണ്ടി മറ്റേതോ തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി, പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാ. ഞാൻ ഇപ്പോൾ അവനെ സഹായിച്ചാൽ നാളെ അവൻ എനിക്ക് പ്രയോജനമുള്ളവനായി തീരും, അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിന് ഉപകരിക്കുന്നവനായി തീരുമെന്നുള്ള ഹിഡൻ അജണ്ട വച്ചിട്ട് പലരും നമ്മെ സഹായിക്കാറുള്ളത്. പക്ഷേ ദൈവം നമ്മെ സഹായിക്കുന്നത് അങ്ങനെയല്ല. ഒരു അപ്പൻ മകനെ എല്ലാ തരത്തിലും സ്നേഹിക്കുന്നത് പോലെ, ചേർത്ത് നിർത്തുന്നത് പോലെ, ബലപ്പെടുത്തുന്നത് പോലെ നമ്മെ കരുതുന്നവനാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ അവൻ്റെ കരം നമുക്ക് മുൻപിൽ തുറക്കുന്നത്, അവൻ്റെ കരം നമ്മെ പിടിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഹിഡൻ അജണ്ടകൾക്ക് വേണ്ടിയല്ല, പകരം നാം വീണുപോകാതെ നമ്മളെ താങ്ങി നിർത്താൻ വേണ്ടിയാ. ഒരു മനുഷ്യൻ ഒന്ന് ചിന്തിച്ചേ, ഒരു മനുഷ്യൻ ഒരു യാത്ര പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടീമായിട്ട് യാത്ര പോകുമ്പോൾ അതിലൊരുവൻ വീണുപോയി, കൂടെയുള്ളയാൾ അവനെ എഴുന്നേൽപ്പിക്കാൻ എന്താ ചെയ്യാറുള്ളത്? കരം നീട്ടി അവനെ പിടിക്കും, അല്ലെ? നമ്മുടെ ഈ മരുഭൂ യാത്രയിൽ, അഥവാ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നാം വീണുപോയി എന്ന് തോന്നിയ അനവധി അനുഭവങ്ങളുണ്ട്. നോക്കിയ സമയത്ത് ഇടത്തും വലത്തും ഒന്നും ആരെയും കണ്ടില്ല. പക്ഷേ അദൃശ്യമായ ഒരു കരം നമ്മെ താങ്ങിയത് കൊണ്ട് ഇന്നും ഈ മരുഭൂമിയിൽ, അല്ലെങ്കിൽ ഇന്നും ഈ ജീവിതയാത്രയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതീക്ഷിപ്പാൻ, ഏത് സമയത്തും ആശ്രയിപ്പാൻ ഒരു പ്രതീക്ഷയുള്ള കരം അത് ദൈവത്തിൻ്റെ കരമാണ്. പല കരങ്ങളും ഞാൻ പറഞ്ഞതുപോലെ കളങ്കപ്പെട്ട കരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കരം കൊടുത്തത് പലതും, കരം നീട്ടിയത് പലതും ശരിയായ വഴിക്കില്ല. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. യെശയ്യാ 41 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നീതിയുള്ള കരം. സ്തോത്രം. അപ്പോൾ നമ്മുടെ ദൈവം
അവൻ നീതിയുള്ളവനാണ്, അവൻ്റെ കരവും നീതിയുള്ളതാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് നാം വായിച്ച ഭാഗത്തിൽ കണ്ടതുപോലെ ബലമുള്ള ഒരു കൈ നമുക്കുമേൽ, ബലമുള്ള ഒരു ഭുജം നമുക്കുമേൽ ഉണ്ട്. അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല, അത് ഒരിക്കലും അന്യപ്പെട്ടു പോകുന്നതല്ല. എന്നാൽ ആ കരം നമുക്ക് വേണ്ടി ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതും അവിടെ എഴുതിയിട്ടുണ്ട്. പത്രോസ് അപ്പോസ്തലൻ അതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, താണിരിക്കണം. ഹംബിൾ അവർ സെൽഫ്. നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് കീഴടങ്ങി ഇരിക്കാൻ നമുക്ക് താല്പര്യപ്പെടണം. പല സമയത്തും മാനുഷികമായി നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് ഏറെയുള്ളൊരു വിഷയമാണ് നമ്മെ ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ, സറണ്ടർ ചെയ്യാൻ. എന്താ ഇതിൻ്റെ അർത്ഥം? നാം ഒതുങ്ങിക്കൂടി ഒരു കുറ്റവാളിയെ പോലെ അല്ലെങ്കിൽ കഴിവുകെട്ടവനെ പോലെ ഇരിക്കണം എന്നാണോ? അല്ലെങ്കിൽ അടിമയെ പോലെ ജീവിക്കണമെന്നാണോ ഈ ഒതുങ്ങി നിൽക്കുക, അല്ലെങ്കിൽ ഹംബിൾ ചെയ്യുക, അല്ലെങ്കിൽ താണിരിക്കുക എന്ന് പറഞ്ഞാൽ? അല്ല. ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നതാണെന്നുള്ളതും, ദൈവകരം നമുക്ക് വേണ്ടി ചലിച്ചാൽ മാനുഷികമായുള്ളതിനേക്കാൾ വലിയ പ്രവൃത്തികൾ നമുക്ക് നടക്കുമെന്നുള്ള ഉറപ്പും നമുക്കുണ്ടെങ്കിൽ നാം ആ കരത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 1-2 ഉദാഹരണങ്ങൾ ഞാനൊന്ന് പങ്കുവെക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ കുറച്ചു കാലം പിന്നിലേക്കൊന്ന് ചിന്തിച്ചാൽ, ഒരു ഇല്ലായ്മയുടെ, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ ജീവിതത്തിൽ ഏതൊരാവശ്യം വന്നാലും, ചെറുതോ വലുതോ ആയ ഏതൊരാവശ്യം വന്നാലും നമ്മൾ ചെയ്യാറുള്ള സർവ്വസാധാരണയായി മുടക്കം കൂടാതെ ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുമായിരുന്നു. ഇന്നൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പലതും മാറി. നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, സാമ്പത്തികമായി അല്പം ഉയർച്ചയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, ഇന്ന് നമുക്കൊരാഗ്രഹം തോന്നിയാൽ അത് ചെയ്യാൻ ഉള്ള സാമ്പത്തിക സാധ്യതയുള്ളപ്പോൾ നമ്മൾ ദൈവാലോചന ചോദിച്ചിട്ടല്ല കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് വെക്കുന്നത്. പൈസയുണ്ട്, സാഹചര്യമുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് അങ്ങ് കാര്യങ്ങൾ ചെയ്തു പോകുകയാണ്. പിന്നെ എപ്പോഴാണ് ദൈവത്തോട് ചോദിക്കുന്നത് ചോദിച്ചാൽ, എവിടെയെങ്കിലും ഒന്ന് വീഴ്ച വന്നു എന്ന് തോന്നുമ്പോൾ, ചെയ്ത കാര്യത്തിനകത്തൊരു കംപ്ലീഷൻ കാണാതിരിക്കുമ്പോൾ പിന്നെ ദൈവത്തോട് പറയും, ദൈവമേ ഇതൊന്ന് പൂർത്തീകരിച്ച് തരണമേ. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും, ഏത് മാനുഷികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതിന് പരിമിതി ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മറ്റു കരങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവകരമാണ് നമ്മെ നടത്തുന്നുള്ള ബോധ്യത്തോടെ അതിൻ്റെ മുൻപിൽ നമ്മളെ ഒന്ന് സബ്മിറ്റ് ചെയ്യണം. പൈസ എത്ര ഉണ്ടായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങൾ എത്ര വിശാലമായിക്കൊള്ളട്ടെ, പക്ഷേ സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പ്, കാര്യങ്ങൾക്കൊരു തീർച്ചയും തീരുമാനവും എടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി തുടങ്ങുകയാണ്, ഇന്നൊരു കാര്യം ചെയ്യുവാൻ താല്പര്യപ്പെടുകയും അത് ദൈവത്തിൻ്റെ ഹിതമാണോ, ദൈവഹിതപ്രകാരമാണോ ഇത് ഞാൻ ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന ദൈവഹിതത്തിൽ ആണോ എന്ന് ചോദിപ്പാൻ നമുക്ക് കഴിയണം. ഇനി ചില സമയത്തെങ്കിലും നാം ചെയ്യാൻ പോകുന്ന കാര്യം ആ സമയത്തായിരിക്കത്തില്ല ചെയ്യേണ്ടുന്നത്. അത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നാൽ ആ സമയത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടതിനായിട്ട് നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കണം. വേദപുസ്തകത്തിൽ നല്ലൊരു ഉദാഹരണമുണ്ട്. ഏറ്റവും ശക്തനായ ഇസ്രായേലിന്റെ രാജാവായിരുന്നു ദാവീദ്. ശക്തമായി ജനത്തെ നയിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത്, ഒത്തിരി ദൈവത്തിന് അനുകൂലമായ പ്രവൃത്തികൾ ചെയ്ത് ജനത്തെ ദൈവത്തിലേക്കൊക്കെ തിരിച്ച ഭക്തൻ, താൻ ആലയത്തിന്റെ കാര്യം വന്നപ്പോൾ ദൈവം പറയുകയാണ്, നീ ആലയം പണിയരുത്, നിന്റെ തലമുറയിൽ ഒരുവൻ അതിനു വേണ്ടി ഒരുക്കപ്പെടും. അപ്പോൾ അതിന് വേണമെങ്കിൽ ദാവീദിന് പറയാമായിരുന്നു, അല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുപോകുന്നു, അതുകൊണ്ട് എനിക്ക് തന്നെ ഇത് പണിയണം. അങ്ങനെയല്ല ദാവീദ് ചെയ്തത്. ആലയത്തിന് വേണ്ടിയുള്ള സകലതും സമാഹരിച്ചു വച്ചപ്പോഴും ദാവീദ് ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് തന്നെ സമർപ്പിച്ചിട്ട് ദൈവ ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ദൈവത്തിൻ്റെ കരം അനുകൂലമാകുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വേണ്ടി കാത്തിരിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നൊരു കാര്യം ഇതാണ്, നമ്മെ ഒന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ തയ്യാറാകണം, താണിരിപ്പാൻ ഇടയായി തീരണം. ഒരുപക്ഷെ നമുക്ക് അറിവ് ഉണ്ടായിരിക്കാം, വിവേകമുണ്ടാവാം, പരിജ്ഞാനമുണ്ടാവാം,
കഴിവുണ്ടാവാം, അംഗീകാരമുണ്ടാവാം, സ്ഥാനമാനങ്ങൾ ഉണ്ടാകാം, സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. പക്ഷെ അതൊരിക്കലും ദൈവകരത്തിൻ്റെ മുകളിൽ ചലിക്കുന്ന ഒന്നായി ചിന്തിക്കരുത്. എത്ര വളർന്നാലും അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴിലേക്ക് നമുക്ക് ഒതുക്കുവാൻ കഴിയണം. കാരണം ഈ വളർച്ച തന്നത്, ഈ ഉയർച്ച തന്നത്, ഇന്നലകളിലെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ ഉയർത്തിക്കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ കരമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവകരത്തിൻ്റെ മുൻപിൽ നമ്മെ കീഴ്പ്പെടുത്തുന്നവരായി, നമ്മെ സമർപ്പിക്കുന്നവരായി, അത് നിർബന്ധം കൊണ്ടില്ല, പകരം ആത്മസമർപ്പണം കൊണ്ട്, അത് നിർബന്ധം കൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദൈവികമായ തിരിച്ചറിവ് കൊണ്ട് നമ്മെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിപ്പാൻ ഇടയായി തീരണം. 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ദൈവത്തിൻ്റെ കരം. അത് നമുക്ക് അനുകൂലമായ ഒന്നാണ്, ഒരിക്കലും അന്യപ്പെട്ടു പോകാത്തതാണ്, എപ്പോഴും ശക്തമായതാണ്. മാത്രമല്ല അത് ബലഹീനമല്ല, അത് വിശുദ്ധമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട 2ാമത്തെ കാര്യം, ദൈവപ്രവൃത്തി നമുക്ക് വെളിപ്പെടാനായി നമ്മെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞ കഥയുടെ അവസാന ഭാഗം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആ കൊച്ചു പെൺകുട്ടിയോട് ജനം ഒരേ ശബ്ദത്തിൽ ആശ്ചര്യത്തോടെ ചോദിച്ചു, കുഞ്ഞേ, ഈ മനുഷ്യന്റെ കരങ്ങളിൽ ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താ? മരണം മുഖാമുഖമായി കാണുന്ന ഈ ചലഞ്ച് ഏറ്റെടുക്കുവാൻ ഈ സധൈര്യം നീ മുന്നിലേക്ക് വരാനുള്ള കാരണം എന്താ? ആ പെൺകുട്ടി ചെറുപുഞ്ചിരിയോടെ നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഞാൻ ഇരിക്കുന്നത് എൻ്റെ ഡാഡിയുടെ കയ്യിലാണ്. ഈ ഭൂമിയിൽ ഏറ്റവും സേഫസ്റ്റ് പ്ലേസായി ഞാൻ ചിന്തിക്കുന്ന ഒരു സ്ഥലം എൻ്റെ പപ്പായുടെ കരമാണ്. ഞാൻ എൻ്റെ പപ്പായുടെ കയ്യിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ പപ്പ എന്നെ അപകടത്തിലേക്ക് തള്ളിവിടത്തില്ല, എൻ്റെ പപ്പ ആപത്തിലേക്ക് എന്നെ തള്ളിയിടത്തില്ല. എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ സേഫ് ആണ്. ഇന്ന് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചോദ്യം കൂടെ ഇട്ടിട്ടാ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ഈ ഭൂമിയിലെ പ്രതിസന്ധി നിറഞ്ഞ, ഭാരങ്ങൾ നിറഞ്ഞ ജീവിതത്തിന്റെ മധ്യത്തിൽ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാനായിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തെ ധൈര്യത്തോടെ നേരിടാനിടയായിത്തീരും. ബലമുള്ള കരം, ശക്തമായ കരം, നീതിയുള്ള കരം, നമ്മെ താങ്ങുന്ന കരം, ആ കരത്തിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കുവാൻ ഇടയായി തീരാമോ? വിട്ടുകളയാത്ത, വിട്ടുപിരിയാത്ത, മാറിപ്പോകാത്ത, വരണ്ടുപോകാത്ത ദൈവകരം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായി തീരും. ആ ദൈവത്തിൻ്റെ കരങ്ങളുടെ മുമ്പാകെ നമ്മെ ഏൽപ്പിക്കാം, നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.